അറ്റാച്ച്മെന്റ് നിങ്ങളെ തകർക്കും എന്ന് വെറുതെ പറയുന്നതല്ല. അറ്റാച്ച്മെന്റ് എന്ന പദത്തിന് അർത്ഥം വരുന്നത് തന്നെ ബന്ധനം, ജപ്തി എന്നൊക്കെയാണ്. അതായത് ഒരാളെ കീഴടക്കുക, ബന്ധനസ്ഥൻ ആക്കുക എന്നൊക്കെ. നിങ്ങൾ ആരുമായാണ് അറ്റാച്ച്ഡ് ആയത്, ആ വ്യക്തി നിങ്ങൾ അടിമയാക്കി അല്ലെങ്കിൽ കീഴടക്കി നിങ്ങളുടെ മേൽ അധികാരത്തിൽ വരും. നിങ്ങൾക്ക് ചുറ്റും ആ വ്യക്തി ഒരു വൃത്തം വരച്ചിട്ട് നിങ്ങളെ നിയന്ത്രിക്കാറുണ്ടോ? നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും ചോദിച്ചു വാങ്ങിയിട്ടുണ്ടാകും അവർ. ഒരാളുമായി ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നീട് അവരുടെ ബന്ധനത്തിൽ ആകുന്നവർ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നവർ ആയിരിക്കും. ഇങ്ങനെയുള്ളവർ മറ്റൊരാൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കും. ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യില്ല. ഇനി പ്രതികരിച്ചാലും അവരുടെ വോയിസിന് അവിടെ യാതൊരു വിലയും ഉണ്ടാവില്ല. മറ്റേയാൾ അത് ഗൗനിക്കുക പോലുമില്ല. ഇല്ലെങ്കിൽ അവരുടെ അടിച്ചമർത്തലുകളുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ മൗനികൾ ആയിരിക്കും. ഇവിടെ ബന്ധനങ്ങൾ ആയി മാറിയിരിക്കുന്നു. ആദ്യം നിങ്ങളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അവർ ഒരുപാട് പിന്നാലെ നടന്നിട്ടുണ്ടാവും. നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും അവർ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടാവും. നിങ്ങളെ അവരുടെ സ്വന്തം ആക്കി മാറ്റും. അവസാനം അവർ ഇല്ലാതെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് പറ്റില്ല എന്ന അവസ്ഥ വരും. അപ്പോൾ മുതലാണ് ബന്ധങ്ങളിൽ വിള്ളൽ വരുന്നത്. അവർക്ക് നിങ്ങൾ കൊടുത്ത പരിഗണന, സ്നേഹം, പ്രാധാന്യം ഒക്കെ അവർക്ക് ഒരു ഭാരമാവും. നിങ്ങൾ പരിഹാസ്യരാകും. നിങ്ങളെ അവർക്ക് മുന്നിൽ ഒരു വേസ്റ്റ് ആക്കി, കോമാളി ആക്കി മാറ്റും. ഇവർ പതിയെ നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങുന്നതോടെ നിങ്ങൾ മാനസികമായി തകരാൻ തുടങ്ങും. ഫീലിംഗ്, ഡിപ്രഷൻ എല്ലാം കടന്നുവരും. ചിലർ ചിന്തിച്ച് പ്രശ്നങ്ങളെ വലിയതാക്കി അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ കുറച്ചു കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സ്വന്തത്തെ സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ എന്താണ്? അതിനോട് എന്തെങ്കിലും നീതി പാലിച്ചോ? എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തം ഇഷ്ടത്തിൽ നടത്തിയോ? ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചോ? ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചോ? ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോയോ? എന്നും മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിന്നതല്ലാതെ സ്വന്തം ഇഷ്ടം പോലെ മനസ്സിൽ തന്നെയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഓവർ അറ്റാച്ച്മെന്റിലാണ്. സ്വന്തത്തിൽ വിശ്വാസമുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ചർച്ച ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് ആ കാര്യത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റേ വ്യക്തി പറയുന്ന കാര്യങ്ങൾ വലുതാക്കി എടുത്തു പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് നിങ്ങൾ മനഃപൂർവ്വം മറന്നുകളയുകയും അത് തെറ്റാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങളെ നെഞ്ചേറ്റി നടക്കുകയും ചെയ്യും. സ്വന്തം തീരുമാനങ്ങളെ ചവറ്റുകൊട്ടയിൽ എറിയുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഓവർ അറ്റാച്ച്മെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ഓർക്കുക, ഇങ്ങനെയുള്ള ഒരു ബന്ധവും ശാശ്വതമല്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ ആഗ്രഹിക്കാതിരിക്കില്ല. ഈ ബന്ധം നിങ്ങൾക്ക് ഒരു ബന്ധനം മാത്രമായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ബന്ധത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ പങ്കാളിയോട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ കൊലപാതകം ചെയ്ത പോലെ കുറ്റവാളിയാകും. ഞാനെന്നും ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ ഇഷ്ടത്തിലാണ്. എൻ്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ ഒഴിവാക്കിയത് നിന്നോടൊപ്പം സമയം ചെലവഴിക്കാനാണ്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എന്നോട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അവർ പറയും. നിങ്ങളെ തളർത്തും. അപ്പോഴും നിങ്ങൾ വിചാരിക്കും, ഇങ്ങനെ ഞാൻ മാത്രം എന്നോർത്ത് കഴിയുന്ന ഈ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പോഴും കുണ്ടുകിണറ്റിലെ തവളയെപ്പോലെ അന്ധമായ സ്നേഹത്തിന്റെ ബന്ധനത്തിലാണ്.